ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിഫെക്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ചെറുതല്ല, അത്ര ചെറുതൊന്നല്ല. നമ്മൾ HP-യുടെ 15S എന്ന് പറയുന്ന ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചാണ്. നല്ല മഴ വന്നു. ഇപ്പോഴത്തെ കുറച്ച് നേരമേ ഉള്ളൂ മഴയൊന്നും മാറിയിട്ട്. പിന്നെ എനിക്ക് +1-ൻ്റെ ട്യൂഷൻ തുടങ്ങി. ട്യൂഷൻ തുടങ്ങി. ക്ലാസ് ഈ അടുത്ത് എപ്പോഴൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ടൈറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഡെയിലി വീഡിയോസും അങ്ങനെ വീഡിയോ കുറച്ച് ഡിലേ ആവുന്നു കേട്ടോ. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് വീഡിയോ ഇടാൻ. അപ്പോൾ അടിപൊളി കുറേ വീഡിയോസ് വരുന്നുണ്ട്, കുറേ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ HP-യുടെ 15S എന്ന് പറഞ്ഞ ഒരു അടിപൊളി 40,000 രൂപയുടെ താഴെ, അതായത് അണ്ടർ 40K കിടക്കാച്ച ഒരു ലാപ്ടോപ്പാണ്. നമ്മളിതിൽ എഡിറ്റിംഗ് കാണിച്ച് തരുന്നുണ്ട്, ഗെയിമിങ്, അതായത് 𝙀𝙀 8-9 പിന്നെ BGMA അങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ച് കാണിച്ച് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഷോപ്പ്, വണ്ടർഷെയർ, ഫിൽമോറ 9 അതിലൊക്കെ എഡിറ്റിംഗ് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് തകർത്തളയുക. അപ്പോൾ കൂളൊന്നും പറയാനുള്ള തുടങ്ങല്ലേ ഫ്രണ്ട്സ്. ഇതാണ്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പെട്ടി മാത്രമേ ഉള്ളൂ, നോക്കണ്ട, ഉള്ളിലൊന്നുമില്ല. നമ്മളിത് എടുത്ത് യൂസൊക്കെ ചെയ്ത് നോക്കി. ഒരു 3 മാസത്തിന് മുകളിലായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു അൺബോക്സിങ് അതുപോലെയൊക്കെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് അതേപോലെയൊക്കെ ആക്കി വെച്ചതാണ്. ജസ്റ്റ് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അധികം വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര സ്ലിമ്മാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന മുമ്പ് തന്നെ ഒരു ഉറുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി അത് അൺബോക്സ് ചെയ്തിരിക്കും. അപ്പോൾ ഭയങ്കര സ്ലിമ്മൊക്കെയാണ്, അധികം ഓവർ വെയിറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ചാർജർ അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ 2 USB-യുടെ പോർട്ടാണ്. USB-യുടെ പോർട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട്, പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ, നമ്മുടെ മൈക്കൊക്കെ കുത്താനുള്ള ഒരു സ്ലോട്ട്, ഓഡിയോ ജാക്കിൻ്റെ, പിന്നെ ഒരു C ടൈപ്പിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്, ഒരു HDMI-യുടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ അടിപൊളി ലാപ്ടോപ്പാണ്, അത്യാവശ്യം സ്ലിമ്മൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു വിരലുകൊണ്ട് പൊക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഈ സംഭവം പൊങ്ങണില്ല, ഒന്നുകൂടി നോക്കി നോക്കാം. അപ്പോൾ ഒരു വിരലുകൊണ്ടൊന്നും പൊക്കാൻ പറ്റണില്ല. നമ്മൾ ഒരു വിരലും കൂടി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊക്കാൻ പറ്റും. അത്ര വലിയ ശക്തിയൊന്നും കൊടുക്കണ്ട കേട്ടോ. നൈസായിട്ട് ഒരു വിരലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പൊങ്ങി വരും. ഇതിൻ്റെ സ്ക്രീൻ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ തന്നെയാണ്. ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. പിന്നെ ഞാനിത് വെയിലത്ത് വെച്ച് നോക്കിയിട്ടോ, അതായത് നമ്മൾ വെയിലത്തൊന്നും ആരും ഉപയോഗിക്കില്ല, എന്നാൽ ഞാൻ വെയിലത്ത് ജസ്റ്റ് ഒന്ന് പോയി സ്ക്രീൻ ഫുള്ളൊക്കെ ഇട്ട് നോക്കി നോക്കി. അത്യാവശ്യമൊക്കെ സ്ക്രീൻ ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ നല്ല ക്യാമറ ഒന്നും അല്ല കേട്ടോ. ക്യാമറ നല്ല അടിപൊളി ചീത്ത ക്യാമറ തന്നെയാണ്. അതായത് അത്യാവശ്യം ഒരു വീഡിയോകൾ അതൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ i3 11th ജനറേഷനാണ് ഇപ്പോൾ ഇത് വരുന്നത്. i3 11th ജെന്നാണ് വരുന്നത്, ഇൻ്റലിൻ്റെ തന്നെ. ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊന്ന് വാങ്ങിച്ച് കുത്താം. അപ്പോൾ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത്ര അടിപൊളി ക്ലാരിറ്റി ഉള്ള ക്യാമറ ഒന്നുമല്ല, ഞാൻ ഉപയോഗിച്ച് നോക്കി. പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.7 kg അങ്ങനെ എന്തോണം, കറക്റ്റ് വെയിറ്റ് എനിക്ക് അറിയില്ല. Windows 11 വരുന്നത്. നമ്മൾ ഓവറായിട്ട് എഡിറ്റിംഗ്, ഗെയിമിങ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ HP എന്നൊക്കെ എഴുതിയില്ല, അതായത് നമ്മുടെ അതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഹീറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഹീറ്റൊന്നുമില്ല, സ്ക്രീനിലേക്കൊന്നും അല്ല. ഇനി നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് അപ്പുറത്തും സ്പീക്കർ വെച്ചിട്ടുണ്ട്, പഴയ സ്പീക്കറിൽ നിന്നാണ് കുത്തി നോക്കിയതാണ്, സംഭവം വർക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും വാച്ച് വെച്ച് ടൈമർ നോക്കാം. നമ്മൾ ഈ വാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഒക്കെ അൺബോക്സിങ് ഉടനെ വരും. അപ്പോൾ നമ്മൾ ഈ വാച്ച് വെച്ചിട്ട് എന്തോരം നേരം പിടിക്കും ഇതൊന്ന് ഓണാവാൻ നമ്മൾ നോക്കി നോക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ 12 സെക്കൻഡാണ് ഇത് ഓണായി വരാൻ ടൈം എടുത്തത് കേട്ടോ. 8 GB റാമാണ്, 256 GB SSD ആണ്. എന്തായാലും അത്യാവശ്യം ഫാസ്റ്റൊക്കെ തന്നെയാണ്. 12 സെക്കൻഡാണ് പിടിച്ചത്. അപ്പോൾ നമുക്കിനി ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ അതിൻ്റെയൊക്കെ ടൈം കൂടി നമുക്ക് നോക്കി നോക്കാം. ഇപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം 34 സെക്കൻഡാണ് ഇത് ഓണായി വരാൻ എടുത്തത്. 35 അല്ല 34. അത് ജസ്റ്റ് നമ്മൾ പോസ് ചെയ്യാൻ അത്രയും ഇതാണ്. നമ്മൾ ചാർജ് ആകുമ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് ലൈറ്റും, ഫുള്ളായി കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റുമാണ് കത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിലുള്ള അലക്സ ഇൻബിൽട്ട് വരുന്നതാണ്. അപ്പോൾ അലക്സേൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കാം. അലക്സ ഒന്ന് വർക്ക് ചെയ്യുന്നു, അതിനെ എങ്ങനെയാണെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ അലക്സ ഇങ്ങ് പോര്. അലക്സ, വാട്ട് ഈസ് ദ ടൈം? The time is 11:31 a.m. Alexa, shut up. കണ്ടോ, പാവം സാധനം മിണ്ടാണ്ട് പോയിട്ടുണ്ട്. ഓപ്പൺ സെറ്റിംഗ്സ്. Here settings. എവിടെ സെറ്റിംഗ്സ്? എവിടെ? ഹലോ,
സെറ്റിങ്സ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എടുത്തതെന്ന് തോന്നുന്നു, വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, വലിയ ക്ലാരിറ്റി ഒന്നുമല്ല. എനിക്ക് ഈ ക്ലാരിറ്റി അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണായിട്ട് തന്നെ കണക്ട് ചെയ്യാം. അതായത് ഫോൺ എന്തോ വൈഫൈ വഴിയോ നമ്മുടെ ഫോണിൻ്റെ USB വയറൊക്കെ കുത്തി അങ്ങനെ എന്തൊക്കെയോ ഇതുവഴി കണക്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് ഫോണായിട്ട്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ക്യാമറ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ പോലെ ആക്ട് ചെയ്യും. ഇതല്ലെങ്കിൽ വേറെ ക്യാമറ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ Windows 11 കുറേ ചെറിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നല്ല സ്മൂത്താണ്, എനിക്ക് ലാഗൊന്നും തോന്നിയില്ല. ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോ വെക്കാം, അതായത് വീഡിയോൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ. പിന്നെ നമ്മൾ 3 കൊല്ലം മുകളിലേക്ക് താഴത്തേക്ക് ആയി കഴിഞ്ഞാൽ ഒച്ച കൂടുക കുറയുക, സൈഡിലൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഷോർട്ട് കട്ടുകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് 3 കൊല്ലം മുകളിലേക്ക് ആകുമ്പോൾ ഒച്ച കൂടുക കുറയുക അങ്ങനത്തെയൊക്കെ. അപ്പോൾ നമ്മളിത് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതാണ്, ലാപ്ടോപ്പിൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമില്ലെന്നൊന്നും അറിയില്ല, നമ്മൾ കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ, മൊത്തമൊന്നും കാണിക്കാനില്ല. കാരണം വെച്ചാൽ മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റൊക്കെ കിട്ടി ചിലപ്പോൾ വീഡിയോ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിലുള്ള വീഡിയോസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയൊക്കെ മാറ്റണം, എല്ലാം ഇപ്പം തന്നെ കാണിച്ചത് നമ്മൾ 4K പ്ലേ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇനി വരുന്നത്. പാമ്പ് ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കണേ കേട്ടോ. നമ്മൾ ലാപ്ടോപ്പ് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും ചിലപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇട്ടേക്കുന്ന ക്വാളിറ്റി. അപ്പോൾ നമ്മൾ മാക്സിമം ക്വാളിറ്റിയിലൊക്കെ ഇട്ട് നോക്കിട്ടോ. ഇപ്പോൾ വൈഫൈ ആണ് കണക്ട് ചെയ്തേക്കണത്, വീട്ടിലെ വൈഫൈ. അപ്പോൾ ഇത്രത്തോളമൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വരുന്നത്. ഇതെന്താണ് ഓന്തോ ഈ സംഭവമൊക്കെ ഇതെല്ലാം അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആവാൻ 2 മണിക്കൂറാണ് എടുക്കുന്നത്. ഒരു 95 to 100 കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അതായത് ക്വാളിറ്റി, സ്ക്രീനിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒച്ച നോക്കി നോക്കാം. അതായത് നമ്മൾ ഇതിൽ പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ വേറൊരു മൈക്ക് ലാപ്ടോപ്പിൻ്റെ സ്പീക്കറിൻ്റെ അടുത്തുകൊണ്ട് വയ്ക്കാണ്ട് തന്നെ ഫോണിൻ്റെ മൈക്കിൽ കൂടെ തന്നെയാണ്, ഫോൺ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് ഇരിക്കണത്. അപ്പോൾ നമുക്ക് ഇതിൽ പാട്ട് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ഒച്ചയുണ്ട വരുന്നത്. നമ്മൾ വേറെ സ്പീക്കറൊന്നും കുത്തിയിട്ടില്ല, ലാപ്ടോപ്പിൻ്റെ സ്പീക്കറിൽ തന്നെയാണ്. ഇനി നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. ഇതിപ്പോൾ 𝙀𝙀 8 ആണ്. നമുക്ക് നൈസായിട്ട് അത് ലാപ്ടോപ്പിൽ കളിച്ച് നോക്കാം. എനിക്കിപ്പോൾ ലാഗൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് കളിക്കുന്ന കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഗെയിമൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. എനിക്കൊരു ലാഗൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പാണ്, വണ്ടർഷെയർ ഫിൽമോറ 9 നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ലാഗൊന്നും തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ തന്നെ കുറേ വീഡിയോസാണ് നമ്മൾ ഇങ്ങോട്ട് ലോഡാക്കിയത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്, സ്മൂത്താണ്, നമുക്കെല്ലാം പെട്ടെന്ന് പറ്റുന്നുണ്ട്. ഇപ്പോൾ സൈഡിലാണ് ടാസ്ക് മാനേജറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും അത്യാവശ്യം അടിപൊളി എന്നല്ല, അടിപൊളിയായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് ഇപ്പോൾ ഇട്ടിരുന്ന എല്ലാ വീഡിയോ, അതായത് ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും എല്ലാം ഇതിൽ തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അടിപൊളിയാണ്, എഡിറ്റിംഗ് ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളി സംഭവം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ 𝙀𝙀 8 9 രണ്ട് ഗെയിം ഒരൊറ്റ സമയം കളിക്കുന്നതാണ്. ടാസ്ക് മാനേജറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും അധികം കാണിക്കാനുള്ള, കാരണം കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നമ്മൾ BGMI എടുത്തേക്കാണ്, നമ്മളിപ്പോൾ എമുലേറ്റർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ബ്ലൂ സ്റ്റാക്സോ അങ്ങനെ എന്തോ പറഞ്ഞൊരു എമുലേറ്റർ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കളിക്കുക എന്നൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ BGMI എടുത്തേക്കാണ്.
അപ്പോൾ നൈസായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ BGMIയുടെ ഒരു ഇതൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വേറെ ഇതിൽ ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ഇൻബിൽട്ട് UHD ഗ്രാഫിക്സ് കാർഡേ ഉള്ളൂ. 8 GB റാമാണ് വരുന്നത്. ഒരു റാമിൻ്റെ സ്ലോട്ട് കൂടി ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ഒരു റാമും കൂടി ഇടാം. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ BGMIയുടെ TDM ആണ്. നിങ്ങൾ കാണുമ്പോൾ സ്ക്രീനിലൊന്നുമില്ല, പക്ഷെ നിറച്ച അക്ഷരങ്ങളാണ്. അതൊക്കെ ഞെക്കി ഓരോ ബട്ടണൊക്കെ ഞെക്കിയാണ് കഷ്ടപ്പെട്ട് കളിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കളിക്കുന്ന സ്ലോ മോഷൻ ആക്കി നോക്കിയതാണ്. വല്ല പ്രശ്നമൊക്കെ ഉണ്ടോയെന്ന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ FPS കാണിക്കുന്നുണ്ട്. അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ അടിയിലായിട്ട്. ഇതിപ്പോൾ നമ്മുടെ BGMIയുടെ TDMൻ്റെ റൂം മാച്ചാണ്. അപ്പോൾ ആ പോയവനാണ് നമ്മളെ ലാപ്ടോപ്പിൽ ഇത് കളിക്കാൻ പഠിപ്പിച്ചത്. നല്ല പാടായിരുന്നു. കുറേ അക്ഷരങ്ങളൊക്കെ അവിടെയൊക്കെ ഞെക്കി നമ്മൾ ശരിക്കും വെടിവെക്കണതിൻ്റെ ഒച്ചയൊന്നും കാണിക്കണില്ല. എങ്ങനെ വല്ല സീനും ആയാലോ എന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത്. അധികം വിഷ്വൽസ് ഒന്നും കാണിക്കാനുള്ള കാരണം നമ്മുടെ സ്ക്രീനിൻ്റെ ക്വാളിറ്റി ആണെന്ന് കുറേ കാണിച്ചിരുന്നു. അതിനൊക്കെ കോപ്പറേറ്റ് കിട്ടുമെന്നറിയില്ല. കോപ്പറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വീഡിയോ ഒന്നും ഉണ്ടാവാണ്ടായിരിക്കും നിങ്ങളിപ്പോൾ കാണുക. ചിലപ്പോൾ എൻ്റെ ഒച്ചയൊക്കെ ചിലപ്പോൾ കട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മ്യൂസിക്കിന് കോപ്പറേറ്റ് കിട്ടിയാൽ അങ്ങനെ വരാം. അപ്പോൾ എനിക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റി, വേറെ സീനൊന്നുമില്ല. ഇതിപ്പോൾ ഫോട്ടോഷോപ്പാണ്. ഞാൻ ഫോട്ടോഷോപ്പിലാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ തമ്മിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇതുപോലെ തന്നെ കുറേ വീഡിയോസ്, ഷോർട്ട് വീഡിയോ ആയാലും നമ്മൾ ലോങ് വീഡിയോ ആയാലും പ്രീമിയർ ഇട്ട വീഡിയോ ആയാലും ഇതിനൊക്കെ തമ്മിൽ ഇതിലാണ് ചെയ്യണത്. എനിക്ക് വലിയ ലാഭം തോന്നുന്നില്ല. നമ്മൾ കുറേ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കുറേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറേ സാധനങ്ങൾ ചട്ടപ്പട്ടയും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചില ടൈമിൽ, അതായത് എപ്പോഴും അല്ല, ചില ടൈമിനകത്തൊരു കറക്കം വരും. ചിലപ്പോൾ ആ കറക്കം നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി റീസ്റ്റാർട്ട് ഞെക്കും. അപ്പോൾ ഇവർ പറയും ഇങ്ങനത്തെ ഒരു ആപ്പ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിക്കുമ്പോൾ ആ കറക്കൊക്കെ മാറാറുണ്ട് കേട്ടോ. എനിക്ക് കറക്കം അങ്ങനെ വരല്ല, ജസ്റ്റ് 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്മൂത്തായിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാറ്. അതായത് ഞാൻ ഇത്രയും തമ്മിലും എല്ലാം ചെയ്യാറ് നമ്മൾ ഫോട്ടോഷോപ്പിൽ തന്നെയാണ് കേട്ടോ. സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യും, വേറെ ഒരു സീനുമില്ല. എഡിറ്റിംഗ് ആയാലും എന്തായാലും ഫോട്ടോഷോപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ മൺട്രാഷാർ ഫിൽമോറാണായാലും എനിക്കൊരു സീനും ഇല്ലാണ്ട് തന്നെയാണ് ഇപ്പോൾ വർക്കാവുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായി നമ്മുടെ വീഡിയോ? അടിപൊളിയല്ലേ? അടിപൊളി കിടക്കാച്ച വീഡിയോ ഒക്കെ ഞാൻ തോന്നുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഇത്രയൊക്കെ വായിട്ടലിച്ച് പറയണല്ലേ. ലൈക്ക് അത് എനിക്ക് തരണം. ഇപ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചില ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ഓള് കൊടുത്ത് വയ്ക്കാല്ലേ. നോട്ടിഫിക്കേഷൻ ഒന്നും അങ്ങനെ അധികം വരില്ല. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പോ സ്റ്റാറ്റസോ എന്താണെന്നൊക്കെ വെച്ചാൽ ചറപ്പറങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി ടെക്കും ട്രാവലും കുറേ വ്ളോഗ് വീഡിയോ ഒക്കെ ഇനി വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഗെയിം കളിച്ച് നോക്കി. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തോ ഫിറോസ്കെ അല്ല, അങ്ങനത്തെ എന്തോ ഒരു ഗെയിമാണ്. ഇത് അടിയിൽ എഴുതി കാണിക്കുന്നത് എവിടെയെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു ഗെയിം നമ്മൾ കളിച്ച് നോക്കി. സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാം. അവർ പറയുന്നുണ്ട് വേറെ ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലാന്ന് തന്നെ. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് എന്തോ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്താണ് കളിച്ചത്. അത് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റില്ല, ലാഗുണ്ട്. അടിപൊളി ഗ്രാഫിക്സ് ആണ്, രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആയിരുന്നു. 28 GB ആണ് ആ ഗെയിമിൻ്റെ സൈസ് വന്നത്. നമ്മുടെ ഇതിൻ്റെ സ്റ്റോറി തന്നെ ഉണ്ടായി, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കി. ആ ഗെയിം കളിക്കുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്യാത്താണ് ഞാൻ. കാരണം അത് കളിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലാഗുണ്ടായി. നല്ല ഹെവി ഗ്രാഫിക്സ് ഗെയിമാണ്. അപ്പോൾ കളിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഒന്നും കളിക്കാൻ പറ്റില്ല. പിന്നെ ബീച്ച് ബഗ്ഗി, ആഷ്പാൾട്ട്, BGMI ഇതൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. അതിനൊന്നും ഒരു സീനും ഉണ്ടായി. അപ്പോൾ ഇതിനേക്കാളും കിണ്ടങ്കാച്ചി അടിപൊളി വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഓഫ്. പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അടിപൊളി ലാപ്ടോപ്പിൻ്റെ അയ്യോ കുത്തിയില്ല.